വിദ്യാഭ്യാസ പരിവർത്തന യാത്ര മാറ്റൊലിയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം സമാപിച്ചു. കായംകുളത്തായിരുന്നു ജാഥയുടെ സമാപനം. സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KPSTA ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ 19 ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പരിവർത്തന യാത്ര മാറ്റൊലിയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനമാണ് സമാപിച്ചത്. കായംകുളത്തായിരുന്നു ജാഥയുടെ സമാപനം. സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അധ്യാപക വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും ടെറ്റ് യോഗ്യതയിൽ നിന്ന് നിലവിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും ഒഴിവാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം വേണ്ടുന്ന ഒരു വിഭാഗമായി അധ്യാപക സമൂഹം മാറിയിരിക്കുകയാണ്. കാരണം വല്ലാത്ത സങ്കടമാണ്. പുരോഗമനമൊക്കെ ഈ സർക്കാർ പറയുകയും പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സർക്കാരാണെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാരും നിയമ സംവിധാനവും ഈ ആരോപണം ഉന്നയിക്കുന്നവരോടൊപ്പമാണ്, പാവപ്പെട്ട അധ്യാപകരോടൊപ്പമാണ്. പണ്ട് കാലത്ത് വിദ്യാർത്ഥികളുടെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം ഇന്ന് അധ്യാപകർക്കില്ല. പലയിടങ്ങളിലും അധ്യാപകർ സ്കൂളിൽ വരിക, പുസ്തകം തുറന്നു നോക്കുക, കുറേ ഇങ്ങനെ വർത്തമാനം പറയുക, പഠിക്കുന്നവർ പഠിക്കും, സ്വഭാവം നേരെയാവുന്നവൻ നേരെയാവും, അല്ലാത്തവൻ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക ഉപകരണങ്ങളായ അധ്യാപകർ മാറിയിരിക്കുകയാണ്. പാർക്ക് മൈതാനിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കഴിഞ്ഞ കാലങ്ങളിലെ നയവും പരിപാടികളുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഉച്ചനീതിത്വങ്ങൾക്കെതിരായുള്ള മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് KPSTA നേതാക്കന്മാർ കാസർഗോഡ് നിന്നും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ ഇന്ന് ഏതാണ്ട് 10 ദിവസം പിന്നിട്ട് ആലപ്പുഴ ജില്ലയിലെ കായംകുളം റവന്യൂ ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ബിജു, സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബോസ്കോ, R തനൂജ, KPSTA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ, CR ചന്ദ്രൻ, B സുനിൽകുമാർ, KD അജിമോൻ, ഉദയകുമാർ, മുഹമ്മദ് റഫീഖ, K രഘുകുമാർ, മിനി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.